KYCക്ക് വേണ്ടിയുള്ള ഡിജിറ്റൽ വെരിഫിക്കേഷൻ സമയത്ത് പ്രവാസികൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ എടുത്തുകളഞ്ഞ് ഓഹരി വിപണി നിയന്ത്രകരായ സെബി ഉപയോക്താവിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് സാധൂകരിക്കുന്ന നടപടിയാണ് KYC. ഇന്ത്യയും ചൈനയും അടക്കം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വാഹനം, സ്റ്റീൽ, തുണിത്തരങ്ങൾ, പ്ലാസ്റ്റിക് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് പുതുവർഷം മുതൽ തീരുവ 50% മെക്സിക്കോ. സ്വന്തം വ്യവസായങ്ങളുടെ സംരക്ഷണം പറഞ്ഞാണ് ട്രംപ് മോഡൽ നടപടി. ഓഹരി വിപണിയിലെത്തി 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ വാങ്ങൽ നടത്തി ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ടെക്നോളജി കൺസൾട്ടിംഗ് സ്ഥാപനമായ കോസ്റ്റൽ ക്ലൗഡിനെ TCS വാങ്ങിയത് 6500 കോടിയോളം രൂപ മുടക്കി. വിമാനയാത്ര കുളമാക്കിയതിനൊപ്പം ഓഹരി വില കുത്തനെ ഇടിഞ്ഞ് ഇൻഡിഗോ. എന്നാൽ കഴിഞ്ഞ വർഷം ഏഷ്യൻ പെയിന്റ്സ് എന്ന പോലെ ഇൻഡിഗോ ഓഹരിയെയും ഭാവിയിൽ കാത്തിരിക്കുന്നത് നല്ല കാലമെന്ന് മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ് ചെയർമാൻ രാംദേവ് അഗർവാൾ. നവംബറിലെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ വൻ വർധന. മുൻ മാസത്തേക്കാൾ 21% അഥവാ 5221 കോടി രൂപ കൂടി 29,911 കോടിയിൽ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.